ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ബിസിനസ്സിൽ പ്രാവർത്തികമാക്കേണ്ട, എന്നാൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫാക്ടറിനെ പറ്റിയിട്ടാണ്. എന്താണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാവും. ഓക്കെ, ബിഫോർ ജമ്പിങ് ദ വീഡിയോ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനലിൽ പൂർണ്ണമായിട്ട് നമ്മൾ ബിസിനസ്സിനെ പറ്റിയിട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സമ്പത്തായാലും മറ്റോ എന്ത് സംസാരിക്കുമ്പോൾ ബിസിനസ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടൊരു ആഗ്രഹമുണ്ട്. വെറുതെ ബിസിനസ് ചെയ്യുന്നതല്ല, ബിസിനസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ചൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് അറിയാമോ? വൈ യു ആർ ഡൂയിങ് ബിസിനസ്, അല്ലെങ്കിൽ വൈ ഐ ആം ഡൂയിങ് ബിസിനസ് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഗുണകരമായി മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ബിസിനസ് കൊണ്ട് എത്തേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കലാണ്. അപ്പോൾ അതിൻ്റെ പടിയായിട്ട് ജസ്റ്റ് താഴെ ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളെ ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ എന്താണ്, എങ്ങനെയാണ് ഇതിനെ കണക്റ്റ് ആക്കുന്നത്, എങ്ങനെയാണ് ബിസിനസ് പഠിക്കുന്നത്. അപ്പോൾ ഐ ആം ദിനേഷ് മുങ്ങത്ത് വിത്ത് യു. ഞാൻ 26 വർഷങ്ങളായി UAE ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ കുറച്ച് ബിസിനസ്സുകളുള്ള ഒരാളാണ്. അത് ഓഥറാണ്. അതുപോലെ തന്നെ ബിസിനസ് ബുക്സ് പുസ്തകം എൻ്റെ ആദ്യത്തെ ബിസിനസ് പുസ്തകം മാസ്റ്ററിങ് യുവർ ബിസിനസ്. പിന്നെ ഞാൻ മോട്ടിവേഷനാണ്, ഹാപ്പിനെസ് ആണ് എൻ്റെ മേഖല, സൈക്കോളജി എന്ന രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം ഇതൊക്കെയുണ്ട്. ബേസിക്കലി ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. അപ്പം അതിൽ നിന്നും ഈ മേഖലകളിലൊക്കെ ഇതിൻ്റെ പാഷൻ കൊണ്ട് വന്നെത്തിയതാണ്. ബിസിനസ് ഡീറ്റെയിൽസായി പഠിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് ജമ്പിങ് ടു ദ സബ്ജക്ട് നൗ. നമ്മൾ വൺസ് അഗെയിൻ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് എവറിഡേ എത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിങ്ങളെല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ, ആ ഇൻസ്പിറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ബിസിനസ് പഠിക്കാം, സെയിൽസ് പഠിക്കാം, മാർക്കറ്റിംഗ് പഠിക്കാം. അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചർച്ചാ വിഷയമാക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടി ഏതെങ്കിലും സബ്ജക്റ്റിൽ വീഡിയോ ചെയ്യണം, അതും കൂടി താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്കില്ലിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും, കസ്റ്റമർ റിട്ടൻഷൻ ഉണ്ടാക്കാനും, റിപ്പീറ്റഡ് ഓർഡർ വരാനും, വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കിട്ടാനും എന്നിവയെല്ലാം ഒരു 5 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ്. അതെന്താണെന്ന് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. എന്തായിരിക്കും നോർമലി നല്ല കമൻറ്റ്, ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ ഈ പുസ്തകം ഗിഫ്റ്റായിട്ട് അയച്ചു തരാം. ഓക്കെ, ജസ്റ്റ് കറക്റ്റ് കമൻറ്റ് ചെയ്യുന്നവർക്ക് 1 നോക്കിക്കോളൂ, 1 2 3 ആ ടൈം കൂടി വെച്ചിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അത് മറ്റൊന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സംഭവം ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമുള്ള സംഭവമാണത്. എന്താണെന്ന് പറയും, പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ഓക്കെ ആയിരിക്കും. ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഷോപ്പ് ഉണ്ടാവും, സലൂൺ ഉണ്ടാവും, ഓഫീസ് നിൽക്കും, എല്ലാം ഓക്കെയാണ്, മാർക്കറ്റിംഗ് ഒക്കെയാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി ഇല്ലെങ്കിൽ, ഒരു കസ്റ്റമർ വാക്കവേ അല്ലെങ്കിൽ കസ്റ്റമർ വരുന്നതിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ, പ്രൈസ് നെഗോസിയേഷനിൽ പിടികിട്ടിയില്ലെങ്കിൽ, ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ക്ലോസിംഗ് ഉണ്ടാവില്ല. ക്ലോസിംഗ് ഇല്ലാതിരുന്നാൽ ബിസിനസ് നടക്കില്ല, അല്ലേ? അപ്പൊ എല്ലാവർക്കും സംസാരിക്കാൻ അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം. പക്ഷെ ബിസിനസ് കൺവേർഷൻ എന്ന സയൻസ്, അതിൻ്റെ സൈക്കോളജി, ആ സ്ട്രാറ്റജി, സ്കില്ല്, അതാണ് ഇല്ലാതെ പോകുന്നത്. ബിസിനസ്സുകാർക്കും ഇല്ല, അവർ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫിനും ഇല്ല. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുന്നത്? ബിസിനസ് തഥൈവ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു മസ്റ്ററിയെ കുറിച്ചാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഒരു 5 സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറയാം. താല്പര്യമുള്ളവരൊന്ന് നിങ്ങളുടെ പേര് നീക്കിക്കോളൂ. യെസ്, ഐ വിൽ. നിങ്ങൾ താല്പര്യമുണ്ട് എന്ന് നിങ്ങളെ തന്നെ ഉറപ്പിക്കാനുള്ള ഒരു പദം. ഒരു പ്രൊഫഷണൽ ബിസിനസ് കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലെ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.
ബാക്കി ആയിട്ട് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ജസ്റ്റ് ജമ്പ് ഇറ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസൺ ലൈക്ക് എ ബിസിനസ് ഡോക്ടർ എന്ന് പറയുന്നു. അതായത് സെയിൽസ് പേഴ്സൺ സംസാരിക്കും, ലീഡേഴ്സ് കേൾക്കും. നിങ്ങളുണ്ടോ? അങ്ങനെയുണ്ടോ? യെസ്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. വെൻ യു ലിസൺ ഡീപ്ലി, കസ്റ്റമറുടെ പെയിൻ തുറന്ന് പറയാൻ തുടങ്ങും. നമ്മളെപ്പോഴും പറയാറുണ്ട്, വി ആർ നോട്ട് സെല്ലിങ് സംതിങ്, വി ആർ പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ടു ദം. ആൾക്കാർക്ക് അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം നൽകലാണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ അയാളുടെ പ്രശ്നം മുഴുവൻ പറയാനുള്ള സാഹചര്യം വേണ്ടേ? നമ്മളത് നൽകുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം. അപ്പൊ കസ്റ്റമറുടെ പെയിൻ തുറന്നു പറയാനുള്ള ലിസണിങ് സ്കില്ല് നമുക്ക് വേണം. നിങ്ങൾ ട്രസ്റ്റ് വർത്തിയാണെന്ന് കസ്റ്റമർക്ക് തോന്നണം. കസ്റ്റമർ നിങ്ങളെ ഒരു എക്സ്പേർട്ട് ആണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് റെസിസ്റ്റൻസ് അപ്പോൾ കുറയും. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഒന്നാമത്തത്, ലിസണിങ് ഈസ് ഈക്വൽ ടു റെസ്പെക്ട്. റെസ്പെക്ട് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ഇതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത്. അതായത് കസ്റ്റമറോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, അതൊരു ലിസണിങ് ആയിരിക്കണം കൂടുതൽ, വിത്ത് എൻ ഇമോഷൻ. ആ ഇമോഷനും കൂടി അവിടെ സംസാരിക്കണം. വേർഡ്സിന് അവിടെ യാതൊരു പ്രാധാന്യമില്ല. കസ്റ്റമർ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നതല്ല, അവരുടെ ഇമോഷനാണ് നമ്മൾ കണക്റ്റ് ആവുന്നത് എന്നറിയാം. ആ ഇമോഷനെയാണ് നമ്മൾ അവിടെ കേൾക്കേണ്ടത്. അപ്പോൾ വിൽക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കലാണ്, അത് മനസ്സിലാക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അയാൾക്ക് നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തിരിക്കണം. ചോദ്യം ഇങ്ങനെയാണ് എളുപ്പത്തിൽ, സർ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും അർജന്റായ കാര്യം എന്ന് ചോദിച്ചാൽ അയാൾ അർജന്റായ കാര്യം, പിന്നെ അതിൽ കോംപ്രമൈസ് ഇല്ലല്ലേ അർജന്റായ കാര്യത്തിനകത്ത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം 30 സെക്കൻഡ് റൂൾ എന്ന് പറയും, 30 സെക്കൻഡ് നിയമം. അവർ 5 മിനിറ്റ് സംസാരിക്കും, പക്ഷെ കസ്റ്റമർക്ക് 30 സെക്കൻഡ് മാത്രം നൽകുന്ന അവസ്ഥ. അതിനാൽ ഷോർട്ട് സെന്റൻസ് ആയിരിക്കണം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം, ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കണം. ഇത് വളരെ കൃത്യമായിട്ട് വെക്കണം. 5 മിനിറ്റ് കസ്റ്റമർ കൊടുത്ത് 30 സെക്കൻഡിൽ അയാൾക്ക് ഉത്തരം. ഷോർട്ടായി, സ്പെസിഫൈ ആയി, ഡയറക്റ്റ് ആയി, ക്ലിയർ ആയി പറയണം. ഒരു ഉദാഹരണം പറയാം. അപ്പം ഉദാഹരണം പറയാം. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് ഒരു കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിൽ വരികയാണ്, ഫ്രിഡ്ജാണ്. അപ്പൊ അയാൾ പറയും എനിക്കൊരു ഫ്രിഡ്ജ് വേണം. ഓക്കെ, എന്താ നമ്മൾ കുറേ ചോദിക്കും. അങ്ങനെയല്ല, അതാണ് പൊതുവെ ചെയ്യുന്നത്. എത്ര ലിറ്റർ വേണം, എന്ത് വേണം, എങ്ങനെ വേണം, അന്നുമല്ല. ഓക്കെ, പറഞ്ഞോളൂ സാർ, എങ്ങനെയുള്ള ഫ്രിഡ്ജാ വേണ്ടത്? ഓ, അങ്ങനെയൊന്നുമില്ല, നീ ഒന്ന് കാണിക്കുക. അപ്പോൾ ഒറ്റ ഫ്രിഡ്ജ് കാണിക്കുക. അയാളുടെ ഒരു ലുക്കും ഭാവവും ഇമോഷൻസും ഒന്ന് അനലൈസ് ചെയ്ത് അയാളോട് പറയുക 200 എത്രയാ ലിറ്ററുള്ള ഫ്രിഡ്ജ്. സാറിന്റെ വീട്ടിൽ സൂട്ടബിൾ ആവുന്ന ഫ്രിഡ്ജ് പറയട്ടെ, ഇതാണ്. പിന്നെ അയാൾ അല്ല എനിക്ക് വലുത് വേണം. ഓ, വലുത് വേണോ? അപ്പോൾ എത്ര ലിറ്റർ വേണം, പിന്നെ അവൈലബിൾ എത്രയാണ് എന്ന് പറയുന്ന ഒറ്റയടിക്ക് ടൈം സേവ് ചെയ്യുന്ന, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന മെത്തേഡിലായിരിക്കണം എന്നാണ് ഈ പറഞ്ഞത്. ഡീറ്റെയിൽസ് നമുക്ക് സെയിൽസ്, ഞാൻ ഇതിനകത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ പാർട്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു 10 to 15 പേജസോളം ഉണ്ട് അതിനെപ്പറ്റി മാത്രം പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാം. കൂടുതൽ അറിയാൻ അഡ്മിനെ വിളിച്ചാൽ മതി. അഡ്മിൻ നിങ്ങൾക്ക് ബുക്ക് അയച്ചു തരും. അത് ഇംഗ്ലീഷിലാണ്, മലയാളം കൂടി ഈ നെക്സ്റ്റ് വീക്ക് എങ്ങാനും പബ്ലിഷ് ആവും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മിറർ ദ കസ്റ്റമർ എന്ന് പറയും. മിറർ ദ കസ്റ്റമർ. കസ്റ്റമർ സ്ലോ ആണെങ്കിൽ സ്ലോ, ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ. അതായത് അവരുടെ സ്റ്റൈലാണ് യുവർ സ്റ്റൈലിലേക്ക് മാറണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ ഹൂ ഫീൽ സിമിലർ എന്നാണ്. അതായത് ആൾക്കാർ നമ്മളെ പെരുമാറുന്നത്, അവരെങ്ങനെയാണോ അതുപോലെ അവരോട് പെരുമാറുന്ന ആൾക്കാരാണ് അവർക്ക് ആവശ്യം. അങ്ങനെ സംഭവിക്കുള്ളൂ. ഇത് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നെവർ സെൽ, ഒൺലി ഗൈഡ്. ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വിൽക്കരുത്, പകരം അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതാണ് എന്നിട്ടൊരു സജഷൻ അവർക്ക്. വിൽപ്പനക്കാരൻ എന്ന് പറയുന്നത് വിൽപ്പനക്കാരനായാൽ കസ്റ്റമർ റെസിസ്റ്റ് ചെയ്യും, കൂടുതൽ ഡിമാൻഡ് വരും, കൂടുതൽ ഇത് വരും. ഒരിക്കലും പാടില്ല. ഗൈഡ് ചെയ്യുക, ഇത് മതിയോ, ഓക്കെ, ഇതാണ്. അപ്പൊ ഗൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർ ഹാവ് എ ലോട്ട് ഓഫ് സജഷൻസ്, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അതില്ലാതെ കൺക്ലൂഡ് ചെയ്യുന്ന ഗൈഡൻസ് കൊടുക്കണം.
കസ്റ്റമർ പറയുന്ന അതുപോലെ അനുസരിക്കുകയല്ല, അയാളുടെ ഇമോഷൻ എന്താണ്, അയാളുടെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കി അയാളെ ക്ലോസ് ചെയ്യിപ്പിക്കണം. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഒരു പ്രാവശ്യം അയാൾ അംഗീകരിച്ച പിറ്റത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റഡ് ആയി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, എനിക്ക് തോന്നുന്നത്, പറയുന്ന ഒരു പൊതുവെ ഉള്ള കോൺസെപ്റ്റ് ആണ്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഈ സർവീസാണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം, ഇതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ആ പന്ത് അവിടെ തന്നെ കിടക്കും, അയാൾ അത് തന്നെ എടുക്കും. അഞ്ചാമത്തെ കാര്യം, ഫോളോ അപ്പ് ഇസ് നോട്ട് ഡിസ്റ്റർബിങ്, ഇറ്റ്സ് എ പ്രൊഫഷണൽ ആണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിന് ഫോളോ അപ്പ് നടത്തുന്ന ഒരു പ്രൊഫഷണൽ മെത്തേഡിലായിരിക്കണം, ഡിസ്റ്റർബ് ചെയ്യുന്ന മെത്തേഡിലായിരിക്കണം. കുറച്ച് ആളുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ലജ്ജിക്കുന്നവരാണ്. പക്ഷേ 80% ഓഫ് സെയിൽസ് ഫോളോ അപ്പിലാണ് നടക്കുന്നത് എന്നറിയുക. അപ്പോൾ ഫോളോ അപ്പ് വളരെ നിർബന്ധമാണ്. അതിനൊരു പ്രൊഫഷണലിസം ഉണ്ട്. ആ പ്രൊഫഷണലിസത്തോട് ചെയ്താൽ മതി. വാല്യൂ ആഡഡ് മെസ്സേജ് മാത്രമേ അയക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ചെക്കിംഗ് ടൈപ്പ് അവോയ്ഡ് ചെയ്യുക. ദിസ് ടൈപ്പ് ഓഫ് മേ ഹെൽപ്പ് യു എന്നുള്ള കാര്യങ്ങൾ അവരിലേക്ക് അയക്കുക. മൂന്നാമത് ഇത്രയും 5 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കൃത്യമായി ഫോളോ ചെയ്യുക. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, യുവർ വോയിസ് ട്യൂൺ ഈസ് ഈക്വൽ ടു 50% സക്സസ് എന്നൊരു ഫോർമുലയാണ്. അതായത് നമ്മളുടെ സംസാരിക്കുന്നതിലുള്ള വോയിസിന്റെ ട്യൂണാണ്. ഇപ്പോ ഇത്രയും സമയം ഞാനിവിടെ സംസാരിച്ചത് നിങ്ങൾ മുഴുവൻ കേട്ടത്, ഇതിലെ കണ്ടന്റ് എന്താണ് ഇത്ര ആകാംക്ഷ ഉണ്ടായിട്ടാണോ, ഞാൻ പറയുന്ന വോയിസിനെ, ഞാൻ പറയുന്ന വാക്കുകളെ കേൾക്കാൻ നിങ്ങൾക്ക് എവിടെയോ ഒരു അകത്തൊരു ഇഷ്ടമുണ്ടായത് കൊണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ 50% സക്സസ് നടക്കുന്നത് ഈ വോയിസ് മോഡുലേഷനിലൂടെയാണ്, വോയിസ് ട്യൂണിലെയാണ്. അതായത് 60% ഫ്രണ്ട്ലി ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, 20% കുറച്ച് അതോറിറ്റിയോട് കൂടി ആയിരിക്കണം, 20% ക്ലാരിറ്റിയോടെ ആയിരിക്കണം. അങ്ങനെയാണ് 80% നമ്മൾ 100% നടക്കുന്നത്. സോഫ്റ്റ് ബട്ട് കോൺഫിഡൻറ്റ്, ഇതായിരിക്കണം നമ്മുടെ മെത്തേഡ്. അങ്ങനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഫ്രണ്ട്സ്, കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ ടാലന്റ്, ഇറ്റ് ഇസ് എ സ്കിൽ യു ക്യാൻ ലേൺ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ അടുത്തതിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ, ഒരു 60 days ബിസിനസ് മെന്റർഷിപ്പ് നൽകാൻ ഞാൻ തയ്യാറാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു 7 days ക്ലാസ് നടത്താൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഏതിൽ ആവശ്യമുണ്ടെന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി 7 daysന്റെ ഒരു പ്രോഗ്രാമാണ്, ലൈവ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 60 days ബിസിനസ് മെന്റർഷിപ്പാണ്. ബിസിനസ്സിൽ എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട തീരുമാനിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ദിനേഷ് മുഹമ്മദ് സൈനിങ് ഓഫ് ടുഡേ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് subject. Thank you very much. Have a wonderful day. Thank you.